എൻ്റെ പൊന്നോ, എന്ത് ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ആരും പറഞ്ഞു ഞാൻ കൊതിപ്പിക്കുന്നില്ല. ഞാൻ വേഗം പോയിട്ട് കുറച്ച് പഴങ്കഞ്ഞിയും ഡേറ്റ്സ് അച്ചാറും കൂട്ടി ഒന്ന് ഒരു പിടി പിടിക്കട്ടെ. സംഭവം അടിപൊളിയാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ. ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രാവലിംഗ് ഷെഫ്. ട്രാവൽ ഷെഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നല്ല ഡേറ്റ്സ് പിക്കിളാണ്. നിങ്ങൾ വിചാരിക്കും നല്ല പഴുത്ത ഡേറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. നല്ല ഒരിക്കലും അല്ല, പച്ച ഡേറ്റ്സ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അധികം റോ അല്ല, ഒരു മീഡിയം ഇതായിട്ട് ചെറിയൊരു പുളിപ്പും ചവർപ്പുള്ള ഒരു ഡേറ്റ്സിൻ്റെ ഒരു കൊല വെച്ചിട്ട്, നമ്മൾ ചെറിയൊരു കൊലയില്ലേ, അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ പച്ച ഈന്തപ്പഴം അങ്ങോട്ട് തൊലി കളഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതായത് തൊലി നമ്മൾ കളയണ്ട, തൊലിയുടെ പുറം തൊലി നമുക്ക് വേണം. മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയാലേ, തൊലി നമുക്ക് വേണം. അതിൻ്റെ ഉള്ളിലത്തെ കുരു അങ്ങോട്ട് എടുത്ത് കാട്ടിക്കളയുക. കുരു നമുക്ക് ആവശ്യമില്ല. അപ്പം നമുക്ക് ബാക്കിയുള്ളത് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 2 ചെറിയ കൊലയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വളരെ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ. ഇപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലതാണ്. ഞാനൊന്ന് അത് പരീക്ഷ നോക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റിയാണ്. ഇതിൻ്റെ അത് കഴിക്കുമ്പോൾ ആ ഒരു സോഫ്റ്റ്നെസ്സും നമുക്ക് ബിരിയാണിയുടെ ഒപ്പം കഴിക്കാവുന്ന രീതിയിലുള്ള ഒരു ടേസ്റ്റാണ് ഇതിന്. നമുക്ക് ബിരിയാണിക്ക് ഇത്തിരി മധുരമുള്ള ഒരു അച്ചാറുകളായിരിക്കും എപ്പോഴും കുറച്ചും കൂടിയും നമുക്ക് ടേസ്റ്റ് തരാം. അതിൻ്റെ ആവശ്യമായ ഇൻഗ്രീഡിയൻസിൽ ആദ്യ ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമുക്ക് ഉപ്പിനെ അങ്ങോട്ട് എടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പ് വേണം, ആവശ്യത്തിന് ഉപ്പ്. ഇതിന് ആ ഒന്നാമത് ഡേറ്റ്സിന് മധുരം ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് മധുരം കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അടുത്ത ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ ഉലുവയും മസ്റ്റാർഡും നല്ല വെളിച്ചെണ്ണയിലിട്ട് വറുത്ത് കല്ലിലിടിച്ച് പൊടിച്ചെടുത്തതാണ്. അതിലേക്ക് കുറച്ച് വറ്റൽമുളകും കുറച്ച് മസ്റ്റാർഡ് സീഡ്സൊക്കെ അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ പൊളിയായിരിക്കും. നല്ല കളർ വേണമെങ്കിൽ കാശ്മീരി ചില്ലി തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ എരിവും കുറവായിരിക്കും, നല്ല കളറും കിട്ടും. കളർ മാത്രം പോരല്ലോ, കുറച്ച് എരിവ് വേണ്ടേ. അപ്പോൾ കുറച്ച് പച്ചമുളക്, നല്ല അടിപൊളി മൺകലം അങ്ങോട്ട് എടുക്കുക. കഴുകി വൃത്തിയാക്കി വെച്ച നല്ല മൺകലത്തിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഡേറ്റ്സ് അങ്ങോട്ട് ആഡ് ചെയ്യുക. പണ്ട് കാലത്ത് ഈ മൺകലത്തിലേക്ക് ഇട്ട് ഇങ്ങനെ മീനൊക്കെ പുരട്ടിയെടുക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നല്ലേ. പിന്നെ ഡേറ്റ്സിലേക്ക് കുറച്ച് ഉപ്പിടുക. നമ്മൾ നേരത്തെ കണ്ടല്ലോ, ഒരു ടീസ്പൂൺ ഉപ്പ് മതിയാവും. പിന്നെ അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി, നല്ല കാശ്മീരി ചില്ലി പൗഡർ ഇടാം. എന്നിട്ട് അതൊന്ന് ഇട്ടിട്ട് കൈ കൊണ്ട് അങ്ങിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ പരത്തി അങ്ങോട്ട് എടുക്കണം. അത് മിക്സ് ചെയ്തെടുക്കണം. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോൾ. അതിൽ ഉപ്പും മുളകും ഒക്കെ നന്നായിട്ട് പറ്റി പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മളൊരു പീസ് എടുത്ത്, അച്ചാറിൻ്റെ ഒരു പീസ് എടുത്ത് ഇങ്ങനെ വെക്കുമ്പോൾ ഒരു പഴങ്കഞ്ഞിയുടെ ഒപ്പം കുടിക്കുകയാണെങ്കിൽ ഒമ്മേ, ഒരു പച്ചമുളകിൻ്റെ ഒപ്പം ഈ അച്ചാറും കൂടി കൂട്ടി പഴങ്കഞ്ഞി കുടിക്കുന്നത് ആലോചിച്ച് നോക്കി. ആദ്യം നമ്മൾ എണ്ണ ചൂടാവും, അതിലേക്ക് വറ്റൽമുളകും മസ്റ്റാർഡ് സീഡും ഒക്കെ ഇടാം. എൻ്റെ പൊന്നേ, അതിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ, കേരളത്തിൽ മാത്രമേ ഉള്ളൂ, കേരളത്തിന് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒരേ ഒരു സ്മെല്ലാണത്. അത് അത്രയും ടേസ്റ്റാണ്. ഇതാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചിട്ടത്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ല, പറയാതെ ഒളിപ്പിച്ച് വെച്ചതാണ്. മറന്നു പോയതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് തെറ്റും, മറന്നു പോയതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും നമ്മൾ ചതച്ചത് എണ്ണയിൽ നിന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കണം, നല്ല ബ്രൗൺ കളർ ആവുന്നവരെ. ബ്രൗൺ കളർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് അത് വഴട്ടിയെടുക്കണം. എൻ്റെ പൊന്നി, നമ്മൾ ഇഞ്ചി ഇട്ടുകൊണ്ട് കുറച്ച് നമുക്ക് അടി പിടിച്ചു, എന്നാലും കുഴപ്പമില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി, സംഭവം അടിപൊളിയാവും. അത് ഇഞ്ചി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അടി പിടിക്കും. എണ്ണ അത്രയും ചൂടായിട്ടുണ്ടായിരുന്നില്ല. അത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കണേ, തെറ്റ് പറ്റരുത്. അപ്പോൾ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചേക്കാം. പിന്നെ അടുത്തത്, അത് നന്നായിട്ട് അങ്ങ് മൂത്ത് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ഡേറ്റ്സ് ഇത്തിരി മധുരം ഉണ്ടാവും, ഇത്തിരി ചവർപ്പും ഉണ്ടാവും. അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നത്.
പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട, അപ്പം തന്നെ പോയി മുളക് പൊടി നല്ല അടിപൊളി കാശ്മീരി ചില്ലി പൗഡർ അങ്ങോട്ട് ആഡ് ചെയ്തു. നല്ല അസൽ കളറ് കിട്ടും, നല്ല അത്യാവശ്യത്തിന് എരിവുണ്ട് കാശ്മീരി ചില്ലി പൗഡറിന്, അതേപോലെ നല്ല എരിവും കിട്ടും. ഇപ്പം നമ്മുടെ സാധനം ഓൾമോസ്റ്റ് റെഡിയായി. ഇനി അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മൾ ഡേറ്റ്സ് ഉണ്ടല്ലോ, ഡേറ്റ്സ് അങ്ങോട്ട് ആഡ് ചെയ്യണം. ആഹാ, ഡേറ്റ്സ് ആഡ് ചെയ്തിട്ട് ആ എണ്ണയിലും ആ മസാലയിലും ഇങ്ങനെ കിടന്ന് അങ്ങ് ഒന്നിങ്ങനെ ഒന്ന് പൊള്ളി ചൂടായി വരുന്നതിൻ്റെ ടേസ്റ്റ് എൻ്റെ പൊന്ന് സാറേ, ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റൂല, എല്ലാം അടിപൊളിയായിരിക്കും. 2-3 മിനിറ്റ് അതൊന്ന് കുക്ക് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഡേറ്റ്സ് പിക്കിൾ പറയും വിനേഗർ എവിടെയെന്ന് ചോദിക്കും. അപ്പോൾ നമ്മളതിൽ വിനേഗർ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പൊന്നെ അടിപൊളി സാധനം കിടുക്കി. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് നേരം കൂടി ഒന്ന് ചൂടാക്കിയിട്ട് അതങ്ങ് അടുപ്പത്തിൽ നിന്ന് അങ്ങ് മാറ്റി വെച്ചാൽ മാത്രം മതി. നമ്മുടെ ഡേറ്റ്സ് പിക്കിളായിട്ടാ. ഇനി അതിലേക്ക് കുറച്ച് ഉലുവയും നമ്മുടെ മസ്റ്റർഡും പൊടിച്ചതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിനും ഒരു പ്രത്യേക കേരള തനിമയുണ്ട്, കേരളത്തിൻ്റെ ഒരു ടേസ്റ്റ് പറയാനുണ്ട്, തനി നാടൻ ടേസ്റ്റ് പറയാനുണ്ട് ഇതിനും. അപ്പോൾ ഇതൊരു രസമാണ് ശരിക്കും. അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് നന്നായിട്ട് കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ വറുത്ത് പൊടിക്കുന്ന ഉലുവയും മസ്റ്റേർഡും. സംഭവം അടിപൊളിയായിരിക്കും. നമ്മുടെ ഐറ്റം റെഡിയായി. നമ്മുടെ ഡേറ്റ്സ് പിക്കിൾ ഇവിടെ റെഡി. അതിൻ്റെ ആ കളർ കണ്ടില്ലേ, ആ ഒരു ചോപ്പ് കളറും ആ ഒരു സ്മെല്ലൊക്കെ ഉണ്ടല്ലോ പൊന്നെ. ഞാൻ വേഗം പോയിട്ട് ഇത്തിരി പഴങ്കഞ്ഞിയുണ്ട്, അതൊന്നും എടുത്ത് കുടിക്കട്ടെ കേട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നിങ്ങൾ എന്നും പറയുന്ന പോലെ തന്നെയാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് പറയുന്നില്ല, നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും എന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ അതേപോലെ എന്നെ വീണ്ടും ഫോളോ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഹാവ് എ നൈസ് ഡേ ഗൈസ്. ഗുഡ് ബൈ.